SJCCയുടെ റെഗുലർ ഗാഡ്ജറ്റ് അപ്ഡേഷൻസിന്റെ ഭാഗമായിട്ട് ഇത്തവണ നമ്മുടെ കോളേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഗാഡ്ജറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇത് റിഫ്ലക്റ്റഡ് മീറ്റർ ഇത് രണ്ടും അറ്റാച്ച്മെൻ്റ് ഉള്ള ഇൻസിഡൻറ്റും ഉണ്ട്. ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് സ്പോട്ട് മീറ്ററിങ്, നമുക്ക് ഏതെങ്കിലും സ്പോട്ടിൻ്റെ റീഡിങ് സെലക്റ്റീവായിട്ട് എടുക്കണമെങ്കിൽ അതിന് സ്ലോട്ട് ഇപ്പം ഇൻസിഡൻറ്റ് മീറ്ററിലാണ് കിടക്കുന്നത്, അത് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം ഇത് റിഫ്ലക്റ്റഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ISOയും ഇത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യണം. ആംബിയൻ മോഡ് എടുത്തിട്ട് നമുക്ക് ആ സ്പോട്ടിലെ റീഡിങ് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള സ്പോട്ട് റീഡ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത് റിഫ്ലക്റ്റഡും ഇൻസിഡൻറ്റും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ളൊരു മോഡലാണ് സീക്കോണിക്കിൻ്റെ. ഇത് നിഞ്ച നമ്മുടെ ക്യാമറയുടെ കൂടെ LCD കൂടാതെ നമുക്ക് അഡീഷണലായിട്ട് നമുക്ക് ആ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസും റെക്കോർഡിങ്ങും ഇത് 8K ആണ് റോ റെക്കോർഡിംഗ് ഉള്ള, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്യാമറയിൽ കൂടാതെ തന്നെ നമുക്ക് ഇതിലും അഡീഷണലായിട്ട് റെക്കോർഡ് ചെയ്യാം. പിന്നെ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്പോഷർ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിനകത്ത് ഫോൾസ് കളറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫോൾസ് കളർ നോക്കിയിട്ട് നമുക്ക് എക്സ്പോഷർ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടിയുള്ളതാണ് ഈ ഒരു ഗാഡ്ജറ്റ്, അറ്റ്മോസ്ഫിയറിൻ്റെ നിഞ്ച. പിന്നെ വന്നിട്ട് ഇതാണ് നമ്മുടെ ടിൽറ്റാഡ്, നമ്മുടെ ക്യാമറയുടെ മേളിൽ ക്യാമറയുടെ ഫ്രണ്ടിൽ നമ്മുടെ ലെൻസിൻ്റെ അവിടെ മറ്റ് ഗാഡ്ജറ്റ്സുകൾ, അതായത് നമ്മളുടെ ഇതുള്ളപ്പോഴത്തേനും നമുക്ക് ഷെയ്ഡ്സ് ഉണ്ട്, മാറ്റ് ബോക്സ് ഉള്ളപ്പോഴത്തേനും നമുക്ക് അതിൻ്റെ മുമ്പിലുള്ള ഈ ഫിൽറ്റേഴ്സ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ അത് അഡീഷണലായിട്ട് ആഡ് ചെയ്യാനായിട്ടുള്ള ഇത് നമ്മളുടെ ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് അലൈൻ ചെയ്യുന്ന ഇതിൻ്റെ അകത്ത് ഓരോ ഫിൽറ്റേഴ്സും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻപുട്ട് ചെയ്യാം. അതായത് ഇതിനകത്ത് ഇപ്പം 1, 2, 3 ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാം. അതായത് ND ഫിൽറ്റർ ആണ് ND ഫിൽറ്റർ, PL ഫിൽറ്റർ, പിന്നെ നമുക്ക് ഗ്രാഡോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്കിത് 4x4 ഇഞ്ചിൻ്റെ ഓരോ ലെൻസുകൾ ഇടുന്നത്. ഓക്കെ, പിന്നെ ഇത് നമുക്ക് ഫ്ലാപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് സൺലൈറ്റ് കട്ട് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിനകത്തിടാൻ വേണ്ടിയിട്ട് ടിഫിൻ്റെ ഫിൽറ്ററായത്, ടിഫിലിൻ്റെ ND6 ഫിൽറ്ററായത്. ഓക്കെ, ഇത് ന്യൂട്രൽ ഡെൻസിറ്റി അറിയാമല്ലോ നിങ്ങൾക്ക്, അതിൻ്റെ എക്സ്പോഷർ കട്ടിങ്ങും കോമ്പൻസേഷനും ഒക്കെ. അപ്പോൾ ഇതാണ് ടിഫിൻ ഫിൽറ്റർ. നോക്കി, ഇതൊന്നും കൂടാതെ നമുക്ക് മോഡേൺ ലൈറ്റ്സ് ആയിട്ടുള്ള അപ്പേർച്ചറിൻ്റെയും ഗോഡോക്സിൻ്റെയും ഒക്കെ ലൈറ്റ്സും, അതുമല്ലാതെ ലൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ആയിട്ടുള്ള കട്ടർ സ്റ്റാൻഡ്, പ്രോഡക്റ്റ് ടേബിൾ, ബ്യൂട്ടി ഡിഷ്, സോഫ്റ്റ് ബോക്സസ് എന്നിവയും ഇവിടെ വന്നിട്ടുണ്ട്.